ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ്. അതായത് മോർണിംഗ് റുട്ടീനാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അൺപ്ലാൻഡ് ഡേയും കൂടി ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ മക്കൾക്ക് എന്താണ് കൊടുത്തയക്കേണ്ടതെന്നൊക്കെ തലേന്ന് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഇത്തിരി ലേറ്റായി പോയിട്ടോ എഴുന്നേക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം സുബഹി നിസ്കരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി ലേറ്റായി പോയി. കിച്ചണിൽ കയറുമ്പോൾ മൈൻഡ് മൊത്തം ഇതാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6 മണി ഏകദേശം ആവാറായിട്ടുണ്ട്. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അവർ 6 മണി അല്ലെങ്കിൽ ഒരു 6:15 ആകുമ്പോഴത്തേക്കാണ് വിളിക്കൽ. അങ്ങനെ അടുക്കളയിൽ കയറി തലേ ദിവസം നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആദ്യം തന്നെ ഞാൻ എടുത്തു വെക്കും. അതിന് ശേഷമാണ് ബാക്കി പരിപാടിക്കൊക്കെ നിൽക്കാറ്. അപ്പോൾ ഇന്നലെ അധികം പാത്രങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു വെക്കാനും അങ്ങനെ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എന്താണ് രാവിലെ ഫുഡ് കൊടുത്തയക്കേണ്ടതെന്ന്. കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനതൊക്കെ തലേന്ന് തന്നെ എടുത്ത് വല്ല കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കും. പിന്നെ എന്തെങ്കിലും വാങ്ങി വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അങ്ങനെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ എനിക്ക് ഒരു പാക്കറ്റ് ബണ്ണ് കിട്ടി. അപ്പോൾ അതൊരു 1 വീക്ക് ആയിട്ടുണ്ട്. സാധാരണ ഞാൻ ബണ്ണ് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വേറെ ഒന്നല്ല കേട്ടോ, ഈ ഫംഗസൊക്കെ പെട്ടെന്ന് വരുമല്ലോ പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. 1 ദിവസമോ 2 ദിവസമൊക്കെ വെക്കാൻ പറ്റും പുറത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കണം. പിന്നെ 2 പേർക്കും ഈ നോൺ വെജ് ശരിക്കും പറ്റില്ല ഇവരെ സ്കൂളിലേക്ക്. അപ്പോൾ ചെറിയ മോന് KG പഠിക്കുന്ന മോനക്ക് അത്ര വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ഞാൻ എഗ് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. മൂത്ത ആൾക്ക് ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റും മയോണൈസും കെച്ചപ്പൊക്കെ വെച്ചിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാക്കി കൊടുക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ അവൻ പറഞ്ഞു എനിക്കത് വേണ്ട, ചീസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യത്തിന് ട്രയാങ്കിൾ ചീസ് ഉണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും വാങ്ങി വെക്കാറുണ്ട്. അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബണ്ണിനെ ഞാനൊന്ന് ബട്ടറിൽ ഒന്ന് മൊരിയിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ആ ചീസ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ക്രോയിസൻറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് അതിനുണ്ടാവും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ മുട്ടയെങ്കിലും കൊടുത്തയക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ ഉപകാരമാണ് അല്ലേ. കാരണം വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ മുട്ട പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഫുഡ് ഐറ്റംസൊക്കെ പുട്ട്, അതുപോലെ തന്നെ നൂലപ്പം അല്ലെങ്കിൽ പത്തിരി അങ്ങനത്തെ ഒന്നും കൊണ്ടുപോയില്ല മക്കൾ. കാരണം അതൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ കഴിക്കാനൊരിഷ്ടം തോന്നാറില്ല. അതുപോലെ തന്നെയാണ് ഭൂരിയും കൊടുത്തു വിടാറില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഈസി ആയിട്ട് വല്ല റൈസ് ഐറ്റംസോ അല്ലെങ്കിൽ ഇതേപോലെ സാൻഡ്വിച്ചൊക്കെ വെജിൽ തന്നെ ഞാൻ ആക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി തലേ ദിവസത്തെ ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയിട്ട് സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 7 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 6 മണി ഓൾറെഡി കഴിഞ്ഞു ടൈം. ഇത്രയും ലേറ്റായിപ്പോയി ഞാൻ എണീക്കാൻ. അതാണ് ഇത്രയും പ്രശ്നമായത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ ആക്കാനാണ് അതും വിചാരിച്ച് ഒന്നും തലേന്ന് പ്ലാൻ ചെയ്തില്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ മൈൻഡിൽ ഇതായിരിക്കും, എന്താക്കി കൊടുക്കും എന്നുള്ളൊരു ചിന്ത തന്നെയായിരിക്കുള്ളൂ. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ ഇതെല്ലാം കൂടി ഒപ്പിച്ചു. അപ്പോൾ ചെറിയ ആൾക്കാണെങ്കിൽ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ടിഫിനിൽ എന്തെങ്കിലും ക്യുക്കുംബറും ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ലൈസ് ചെയ്താണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ മൂത്ത ആൾക്ക് അതിൻ്റെ ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവനക്ക് കപ്പ് കേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്ക് ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ടിഫിനിൽ ഞാൻ പറഞ്ഞത് കമ്പാർട്ട്മെൻറ്റുള്ള ടിഫിൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും കൂടി ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ മാറി മാറി ഓരോ ദിവസം ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ പിള്ളേർക്കും ഒരു മടുപ്പാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല നല്ല കളർഫുള്ളായിട്ട് കൊടുത്തയച്ച് കഴിഞ്ഞാൽ അവർക്കും നല്ല ഹാപ്പി ആയിരിക്കുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഈ പരിപാടികളൊക്കെ ഒതുക്കി കൂട്ടി
പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിവർ പോയതിന് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും മിക്കപ്പോഴും തലേന്നൊക്കെ വല്ല കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഞാൻ രാവിലത്തേക്കും കൂടി എടുത്ത് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഉച്ചക്കലത്തെ സാമ്പാറാണ് ഉണ്ടായിരുന്നത്, അതാണ് ചൂടാക്കി കൊടുത്തത്. ബട്ട് രണ്ടാളും അത് കൂട്ടി കഴിച്ചില്ല കേട്ടോ ചപ്പാത്തി. വെറുതെ അതിൽ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അത് തേച്ചിട്ടാണ് കഴിച്ചത്. ചെറിയ മോനിക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തയക്കുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ്. അവനക്ക് ആദ്യം അവനത് കൊണ്ടുവരുന്നില്ല, പിന്നെ ബാക്കി ഫ്രണ്ട്സൊക്കെ 2 ബ്രേക്കുള്ള ടൈമിൽ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ വീട്ടിൽ കഴിക്കാത്ത എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ കൊടുത്തു വിടും. അതാകുമ്പോൾ സ്കൂളിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും കഴിക്കാറുണ്ട്. മിക്കപ്പോഴും ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. ആളെല്ലാതും കൊടുത്തയക്കുന്ന ഫുഡൊക്കെ ഫുള്ള് കഴിച്ചിട്ടാണ് വരാറ്. അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയും കൂടി എക്സാം ഉണ്ട്. അല്ല, എൻ്റെ മൂത്ത മോന് മാസ്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അവനക്ക് ചുമയായിട്ടാണ് പോയത്. അപ്പോൾ അത് ഇന്നലെ തുടങ്ങി എന്നോട് പറയുന്നുണ്ട്, നാളെ പോകുമ്പോൾ എനിക്ക് മാസ്ക് വെക്കണം, അങ്ങനെ വാച്ചും കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ബട്ട് രണ്ടും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ, പോണ വഴിക്കൊക്കെ നല്ല പൊടിയുണ്ട്, റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ബസ്സിലിരിക്കുമ്പോഴും നല്ല പൊടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മാസ്ക് വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങണ സമയമായപ്പോഴാട്ടോ വണ്ടി ഹോൺ അടിക്കുന്ന കേട്ടു. പിന്നെ രണ്ടാളും കൂടി ഓടിപ്പോയിട്ടുണ്ട്. ഇനി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു 3 മണിയാവും. അതുവരെ എനിക്ക് ഫ്രീ ആണ്. അപ്പോൾ എത്രയും വേഗം പണികളുണ്ടോ അതൊക്കെ വേഗം കഴിക്കും. അവർ 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കലും പിന്നെ രാത്രിക്കാലത്തെ പരിപാടി പഠിപ്പിക്കൽ അങ്ങനെയായിട്ട് പോകും. രാവിലെ എല്ലാ ദിവസവും ഞാനിവർ പോണ നേരത്തെ തന്നെ പുറത്ത് സിറ്റ് ഔട്ട് അടിച്ചിടും. കാരണം വെച്ചാൽ പൂച്ചക്കുട്ടികളൊക്കെ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ അവർ കയറിയിട്ട് മണ്ണും അതുപോലെ തന്നെ അവരുടെ രോമൊക്കെ കൊഴിഞ്ഞ് കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ അത് അപ്പം തന്നെ ക്ലിയർ ആക്കിയിടും. പിന്നെ രാത്രി അതേപോലെ തന്നെ ഈ മാറ്റൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ മടക്കിയിടാറുണ്ട്, പൂച്ച വന്ന് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുതരം കാറ്റ്, നല്ല വൃശ്ചിക കാറ്റാന്ന് പറയുന്നുണ്ട്. ആ കാറ്റുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇലകൾ പൊഴിയലും അതുപോലെ തന്നെ പൊടിയും നല്ല പോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. ഈ പ്ലാവ് കണ്ടില്ലേ, ഇതിൽ നിറച്ച് ചക്കയുണ്ട്. ആ പ്ലാവിന് അത് പിടിച്ചെടുത്താനുള്ള കഴിവ് പോലും ഇല്ല. ചക്ക അത്രയും ഉണ്ടായി നിൽക്കാൻ അതിന് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഈ ചെടികളൊക്കെ, ഞാൻ അധികം ചെടിപ്രാന്തുള്ള ആളല്ല, ബട്ട് ഇപ്പോഴാണ് ഞാൻ കുറച്ചീശ ചെടികളൊക്കെ വെച്ച് തുടങ്ങിയത്. ഞങ്ങൾ 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല, ട്രിവാൻഡ്രത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടികളും കാര്യങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ചെടി കണ്ടില്ലേ, ഇത് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ തന്നെ അത് നല്ല ഭംഗിയിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അതും മാത്രമല്ല വെച്ചേ, പിന്നെ നല്ല വെയിലും ഉണ്ട്. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവർ പോയിട്ടുള്ള റൂം മേക്ക് ഓവറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റൂമൊക്കെ അലങ്കോലമായിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത് എപ്പോഴും. ഇന്നലെയാണെങ്കിൽ അടിയും തൊടയൊക്കെ കഴിഞ്ഞൊരു ദിവസമായിരുന്നു. ബട്ട് ഇന്ന് അതൊക്കെ ആയപ്പോഴത്തേക്കും ഓരോ കച്ചറകളും പഠിക്കാനിരിക്കുമ്പോഴത്തെ ഇറേസർ എടുത്തിട്ടുള്ളതും പെൻസിലും ഷാർപ്പൻ ചെയ്തിട്ടതും അങ്ങനെ ഓരോന്നായിട്ടൊക്കെ രാവിലെ ഉണ്ടാവും. അപ്പം മോനാണെങ്കിൽ ബുക്സും സാധനങ്ങളും ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടൈം ടേബിൾ ഉള്ളത് മാത്രമല്ല കൊണ്ടുകൊണ്ടു. അതൊക്കെ പിന്നെ എനിക്കാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ബാക്കി എല്ലാതും ഇതേപോലെ ക്ലിയർ ചെയ്ത് ഇടും. എന്നിട്ട് എന്ത് കാര്യമുണ്ട്, വൈകുന്നേരം അവരെത്തുമ്പോഴത്തേക്കും വീണ്ടും പഴയതുപോലെ തന്നെയാവും സിറ്റുവേഷൻ. എന്നാലും പിന്നെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഞാനിത് ചെയ്യാറുണ്ട്. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടാൻ ഞാൻ നോക്കും. മാക്സിമം എന്തെങ്കിലും അത്രയ്ക്ക് വയ്യാണ്ടായാൽ മാത്രമേ ഞാനിതൊന്നും ചെയ്യാണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ, എനിക്കൊരു സമാധാനം കിട്ടില്ല, അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തലേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും രാത്രിക്ക് എന്താണ് അല്ലെങ്കിൽ രാവിലേക്ക് എന്താണ്, സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ എന്താണ്, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങും അതുപോലെ നാളെ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാൻ നോക്കും. ഇനി അതേപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം, ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുന്ന ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം ഫുഡൊക്കെ തലേന്നത്തെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതാവുമ്പോൾ നമുക്ക് ആ പണി ഉണ്ടാവില്ലല്ലോ, ഫുഡ് വെക്കണ പണി. അപ്പോൾ ക്ലീനിങ്ങൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഒരുവിധം രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ. പിള്ളേർക്കുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതൊക്കെ ഞാൻ പെട്ടെന്ന് തീർത്ത് വെക്കാറുണ്ട്. എൻ്റെ പണികളൊക്കെ വേഗം തീർക്കാനാണ് ഞാൻ നോക്കൽ. കാരണം വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നോക്കിയിരിക്കാമല്ലോ.
പിന്നെ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാനത് കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ അതിൻ്റേതായ കുറേ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വോയിസ് ഓവർ ചെയ്യാമെന്നൊക്കെ പറയുന്നത് നല്ല ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ.